മോളെന്താ കാണിച്ചു വെച്ചിനെന്ന്? എന്റെ മോളെ ആണ്ടിപ്പരിപ്പും ബദാമും എല്ലാം എടുത്ത് തിന്ന് ഓരോരുത്തരും ഇതാ മൂത്രം ഒഴിച്ചു വെച്ചിട്ടാ. നാശം. ഞാനിപ്പോ ശരിയാക്കി തരാം. ഇത് മോളെ അമ്മയോട് പറയണ്ടേ? ചേച്ചി, ഞാനൊരു കാര്യം പറയാം. കാര്യമല്ല ശരി തന്നെയാണ്, പക്ഷെ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. നീ എന്നെ പറഞ്ഞു വരുന്നു? എനിക്കെല്ലാം തുറന്നു പറഞ്ഞിട്ടാ ശീലം ചേച്ചിക്ക് അറിയാലോ. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണിനെ കൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് നീ പറയുന്നു? അതിന് മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളെ മോളായോണ്ട് ഓൾ എന്ത് കാണിച്ചാലും ഓളെ ബുദ്ധി കുറവായിട്ടേ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് പോവാൻ ഒരു സ്ഥലവും ഇല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? എവിടെ സ്ഥലമില്ലെങ്കിൽ വല്ല അനാഥ മന്ദിരത്തിലും ചെല്ലും, അവിടെ എങ്ങനെയുള്ള ആൾക്കാരെല്ലാം എടുത്തോളൂ. ഇങ്ങനെ എടുത്ത് ഈ വീട്ടിൽ ജീവിക്കുന്നതുകൊണ്ട് എന്റെ മോളെ ഭാവി എന്താവും എനിക്ക് നല്ല പേടിയുണ്ട്. എന്നെ എൻ്റെ മോളെയും കൊണ്ട് ആയിരിക്കും ഒരു ശല്യം വേണ്ട. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി തരാം. തള്ളമാര് ചെയ്യുന്ന പാപെല്ലാം കൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാം പിള്ളേരുണ്ടാകും. നീ പറഞ്ഞത് ഇത്രയും കാലം ഞാൻ കേട്ടു നിന്നത് ഞാൻ കാരണം എൻ്റെ മോക്കൊരു കൂര നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാ. നീ പറ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എനിക്കിങ്ങനെ ഒരു കുഞ്ഞ് പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആളെ പോലെ നീ എൻ്റെ മോളെ പറഞ്ഞിട്ടില്ലേ? നിന്റെ കുഞ്ഞിനെ ഇത്രയും നാളായിട്ട് ഞാനോ എൻ്റെ മോളോ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടാ? പക്ഷെ നീ എന്താ ചെയ്തേ? എൻ്റെ മോളെ ഏത് കാലവും നീ ഉപദ്രവിക്കല്ലേ? അപ്പൊ ആയിരിക്കാ ബുദ്ധിക്കുറവ്? നമ്മളെ കുടുംബത്തിലുള്ള ഒരാള് പോലും എന്നെയോ എൻ്റെ മോളെ ഒരു പരിപാടിക്കും വിളിക്കലില്ല. നമ്മളെന്നാ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റിയതല്ലേ? എൻ്റെ മോളെ ജനിച്ചിട്ട് വൈകല്യം ഉണ്ടെന്ന് അറിഞ്ഞാലോളെ ഉപേക്ഷിച്ചിട്ട് പോയത് അവളച്ഛൻ. അതെന്താ അങ്ങേരെ തെറ്റുകൊണ്ടായിക്കൂടെ എൻ്റെ മോക്ക് വൈകല്യം വന്ന്? മക്കൾക്ക് എന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ കുടുംബത്തിൻ്റെ മേന്മ. മക്കൾക്ക് എന്തെങ്കിലും മോശം പറ്റിക്കഴിഞ്ഞാൽ അത് അമ്മ ചെയ്ത പാപം അല്ലേ? ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ പറയാം, എൻ്റെ മോളെ ഞാൻ നടത്തിക്കൂ. എന്നെ എൻ്റെ മോളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് സകല ആൾക്കാരുടെ മുന്നിലൂടെ എൻ്റെ മോളെ ഞാൻ നടത്തിക്കൂ. അതെൻ്റെ ജീവൻ പണയം വെച്ചിട്ടായാലും ശരി.